എല്ലാ കൂട്ടുകാർക്കും നെഹ്ൽവാദി മൂന്നാം ഭാഗത്തിലെ 12ാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹാലാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നാണല്ലോ അർത്ഥം. ഒരു വ്യക്തിയുടെ അവസ്ഥ സൂചിപ്പിക്കാനാണ് ഹാൽ എന്ന് പറയുക. ഹാൽ എപ്പോഴും നസ്ബായിരിക്കും, ഫത്തഹായിരിക്കും ഉണ്ടാവുക. ഉദാഹരണം, സൈന്യം മടങ്ങി. എങ്ങനെ മടങ്ങി? ഏതവസ്ഥയിൽ? അപ്പോൾ വിജയിച്ചിട്ട് മടങ്ങി, വിജയശ്രീലാളിതരായിട്ട് മടങ്ങി. അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടയാൾ വന്നു. എങ്ങനെയാണ് വന്നത്? ഏത് ഹാലിലാണ് ആക്രമിക്കപ്പെട്ട ആൾ വന്ന്? അടിയിട്ടയാൾ ഇപ്പോൾ എങ്ങനെയാണ് വന്ന്? ബാക്കിയൻ, കരഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ അഡ്വർബാണ്, ഒരു ക്രിയയെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ബാക്കിയൻ എന്നുള്ളത് ഹാലാണ്. ആദൽ ജയ്ഷു, സൈന്യം മടങ്ങി. ലോഫിറൻ, വിജയിച്ചുകൊണ്ട് മടങ്ങി. ആ വിജയിച്ചു കൊണ്ടെന്നുള്ളത് ഹാലാണ്. ജറൽ മാഉ, വെള്ളം ഒഴുകി. നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ വെള്ളം ഒഴുകണ്? കലങ്ങിയിട്ടാണോ തെളിഞ്ഞിട്ടാണോ? സ്വാഫിയൻ, തെളിഞ്ഞ അവസ്ഥയിൽ. അപ്പോൾ ഇത് വെർബിനെ വിശേഷിപ്പിക്കലാണ് ശരിക്കും ഹാലാഡ്. വെർബാണ്, ക്രിയാവിശേഷനാണ്. ബിഅ്തു, ഞാൻ വിറ്റു. അൽ ഖുത്ന, പഞ്ഞി ഞാൻ വിറ്റു. മഹ്ലൂജൻ, കടഞ്ഞെടുക്കപ്പെട്ട അവസ്ഥയിൽ. ലാ തഷ്റബ്, നീ കുടിക്കില്ല. അൽമാ, ആ വെള്ളം നീ കുടിക്കരുത്. കതിറൻ, കലങ്ങിയ അവസ്ഥയിൽ. ആ കതിറൻ എന്നുള്ളത് ഹാലാണ്. ലാ തൽബസ്, നീ ധരിക്കരുത് കേട്ടോ. അസൗബ, വസ്ത്രം. മുമസ്സഖൻ, കീറിപ്പറിഞ്ഞ അവസ്ഥയിൽ. ഇതാണ് ഹാല്. ഇതെപ്പോഴും നസ്ബായിരിക്കും. നമുക്ക് ഇനി എന്താ ഹാല്? ഹാലിൻ്റെ ഡെഫിനിഷൻ നോക്കി വെക്കാം. ഹാലു, ഹാല് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു പേരാണ്. മൻസൂബുൻ, നസ്ബിയപ്പെട്ട ഒരു പേര്. യുബയ്യിനു, ആ നസ്ബിയപ്പെട്ട ഇസ്മ നമുക്ക് വിശദീകരിച്ചു തരും. ഹൈഅത്തൽ ഫായിലി, ഫായിലിൻ്റെ അവസ്ഥ എന്താണ്? സൈന്യത്തിൻ്റെ അവസ്ഥ എന്താണ്? അവിൽ മഫൂൽ, മഫൂലിൻ്റെ. ഹീന ഉക്കോയിൽ ഫീൽ, ആ പ്രവൃത്തി സംഭവിക്കുമ്പോൾ. അപ്പോൾ സൈന്യം മടങ്ങി, സൈന്യം മടങ്ങുക എന്ന പ്രവൃത്തി സംഭവിക്കുമ്പോൾ എന്താണ് ഓല ഹാല്? ലാഫിറൻ, വിജയിച്ചു കൊണ്ടിട്ടാണ്. മദ്ലൂമ് വരുമ്പോൾ എന്താണോ അവൻ്റെ അവസ്ഥ? ബാക്കിയൻ, കരഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ ഒരാളുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതിനാണ് പറയാം. ഇനി സൈന്യം, ആക്രമിക്കപ്പെട്ട ആൾ, വെള്ളം, ഇതൊക്കെ ഉണ്ടല്ലോ. ഒയ്സമ്മ കുലുമിനൽ ഫായിലി വൽ മഫൂൽ ബി, ഫായിലും മഫൂൽ ബിക്ക് നമ്മൾ എന്ത് പറയും? സ്വാഹിബുൽ ഹാൽ എന്ന് പറയും. ഇനി ഹാല് ഏതൊക്കെ അവസ്ഥയിൽ വരുന്നതാണ്? അൻവാഉൽ ഹാൽ നമ്മൾ പഠിക്കുന്നത്. ഹാൽ എന്താന്ന് പഠിച്ചു, മൻസൂബായ ഇസ്മാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് അൻവാഉൽ ഹാൽ, ഹാലിൻ്റെ വിവിധ ഇനങ്ങൾ. തജി ഉൽ ഹാലു, ഹാല് വരും. ഇസ്മൻ മുഫ്രദ, ഒരൊറ്റ ഇസ്മായിട്ട് വരും. വ ജുംലത്തൻ ഇസ്മിയ, ഇസ്മിയായ ഫീലാക്കിയിട്ടും വേണമെങ്കിൽ ഹാല് കൊടുക്കുക. വോ ജുംലത്തും ഫീലിയ, ഫീലിയായ ജുംലയാക്കിയിട്ടും വരാം. വ ലർഫൻ, ലർഫാക്കിയിട്ടും കൊടുക്കുക. ജാർ മജ്റൂർ. അപ്പോൾ ഹാല് ഒരു ഒറ്റ വാക്കിനെ ആകണമെന്നില്ല. ഒരു സെൻറ്റൻസ് ആക്കുക, ഒരു ഫീലിയായ സെൻറ്റൻസ് ആക്കുക, ലർഫാക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ നോക്കി നോക്കൂ. ഹാല് എങ്ങനെയൊക്കെ വരാം? ഇസ്മും മുഫ്രദായിട്ട് വരാം. അതിന് ഉദാഹരണമാണ് റജഅൽ ഖായിദു മൻസൂറ, നായകൻ സഹായിക്കപ്പെട്ട അവസ്ഥയിൽ മടങ്ങി. അപ്പോൾ മൻസൂറൻ എന്നുള്ളത് ഒറ്റ ഒന്നുള്ളൂ, ഇസ്മും മുഫ്രദാണ്. ഇനി ജുംലത്തുൻ ഇസ്മിയേക, നാലാമത്തെ സെൻറ്റൻസ് നോക്കൂ. ഹലറൽ ലുയൂഫു, അതിഥികൾ വന്നു. വൽ മുളീഫു ഗായിബുൻ, ഗസ്റ്റ് വന്നപ്പോൾ ഹോസ്റ്റ് അവിടെ അല്ല, ആതിഥേയൻ അവിടെ ഇല്ലാത്ത അവസ്ഥയിൽ. അവിടെ വൽ മുളീഫു ഗായിബുൻ എന്നുള്ള എന്താ? ഇസ്മിയ ജുംലയാണ്. ഇനി പിന്നെ ഏഴാമത്തെ നോക്കി നോക്കൂ. ഇനി ഫീലിയ ജുംലിയാക്കാം. ഏഴാമത്തെ സെൻറ്റൻസ് നോക്കി നോക്ക്. ലാ ഗാബ അഖൂക, എൻ്റെ ഏട്ടനൊന്നും ഇവിടെ ഇല്ല. വഖദ് ഹലറ ജമീഉൽ അസ്തിഖ, എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടുകൾ വന്ന അവസ്ഥയിൽ. അപ്പം എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടുകളൊക്കെ വന്ന സമയത്ത് എൻ്റെ ഏട്ടൻ ഇവിടെ ഇല്ല. അപ്പോൾ വഖദ് ഹലറ ജമീഉൽ അസ്തിഖ എന്നുള്ള എന്താണ്? ഹാലാണ്. അപ്പോൾ ഒരു ഫീലിയ ജുംലി അങ്ങനെ പറ്റും. ഇനി ലർഫും ഹാലായിട്ട് വരാം. ഉദാഹരണം റാഖനിൽ വർദു, ഒരു പനിനീർ പുഷ്പം എന്നെ ആകർഷിച്ചു. വസ്ദൽ ബുസ്താൻ, വസ്തൽ ബുസ്താൻ, പൂന്തോട്ടത്തിൻ്റെ നടുവിലായിരിക്കെ. അല്ലെ അബ്സർത്തുൽ ഖത്തീബ, ഞാൻ ഖത്തീബിനെ കണ്ടു. ഫൗക്കൽ മിമ്പർ, മിമ്പറിൻ്റെ മുകളിലായിരിക്കെ, ആയ അവസ്ഥയിൽ. ആ ഫൗക്കൽ മിമ്പരി എന്നുള്ളത് ഹാലാണ്. അത്
ലർഫാണ്. അപ്പം അങ്ങനെ ഹാല് എന്തൊക്കെ രീതിയിൽ വരാം? ഇസ്മിയ ജുംലയായിട്ട് വരാ, ഫീലിയ ജുംലയായിട്ട് വരാ, ലർഫായിട്ട് വരാം. ഇനി ജാർ മജ്റൂറായിട്ടും വരട്ടോ. ജാർ മജ്റൂറിന് ഉദാഹരണം കണ്ടോ? തഅല്ലമൽ ത്വാഇറു, പക്ഷി പേടിച്ചുട്ടോ, ഫിൽ ഖഫസി, കൂട്ടിലായിരിക്കേ. കണ്ടോ? അവിടെ ഫീ എന്നുള്ളത് ജാർ മജ്റൂറാണ്, ഹാല് വന്നിക്കണ്. ഇഷ്തറൈത്തു സല്ലത്ത, ഞാനൊരു സല്ലത്ത് വാങ്ങി, കൊട്ട വാങ്ങിട്ടോ. മിനത്തീനി ബിസമനിൻ ഖലീലിൻ, ഇവിടെ ബിസമനിൻ ഖലീലിൻ കുറഞ്ഞ വിലയിലായിരിക്കെ. ബേത്തു തമ്ര, സമറ ഞാനേ ഫ്രൂട്ട് വിറ്റു. ഈ അല ഷജറത്ത് കണ്ടോ? അത് ഹാലാണ്. അലാ ഷജറത്തിൻ, ഒരു മരത്തിന്മേൽ ആയിരിക്കെ എന്നൊക്കെതാണ് ഹാലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഹാലിലൊരു നിയമം കൂടിയുണ്ട്. എന്താണ്? നമ്മൾ വിട്ടുപോയതാണ്. ഇതാ വഖഅത്തിൽ ഹാലു, ഹാല് വന്നാൽ ജുംലത്തൻ, തുടങ്ങണില്ലേ? വഖദ് ഹദർ ജമീൽ ഇസ്തിഖാ എന്നൊക്കെ വന്നില്ലേ? ഇങ്ങനെ ജുംലയായിട്ട് ഹാല് വന്നാൽ ലാ ബുദ്ദ ലഹ, അതിന് അനിവാര്യമാണ്. മിൻ റാബിത്തിൻ, ഒരു കണക്റ്റർ വേണം. യർബിത്തുഹാ ബി സ്വാഹിബുൽ ഹാൽ, സ്വാഹിബുൽ ഹാലുമായിട്ട് കണക്ട് ചെയ്യണ ഒരു ലമീർ അതിൽ വേണം. നോക്കി നോക്കൂ, ഇതിൽ 8ാമത്തെ സെൻറ്റൻസ് നോക്കി നോക്കൂ. ദഹബൽ ജാനി, കുറ്റവാളി പോയി. ഇനി ഈ കുറ്റവാളിയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ വേണം, കാരണം അത് ഫീലിയ ജുംലയാണ്. തഹറുസുഹു അൽ ജുനൂദു, സൈനികർ അവന് കാവൽ നിൽക്കുന്ന അവസ്ഥയിൽ. അവിടെ ഹൂന്ന് കണ്ടില്ലേ? ഇങ്ങനെ ഒരു ലമീർ വേണം. ഇതാ വഖഅത്തിൽ ഹാലു, ഹാലായാൽ ജുംലത്തൻ, ജുംലിയ ഒരു സെൻറ്റൻസ് ആയിട്ടാണ് ഹാല് വരുന്നെങ്കിൽ ഒരു റാബിത്ത് വേണം സ്വാഹിബുൽ ഹാലുമായിട്ട്. എങ്ങനെ? അപ്പം എന്താണ് ബന്ധിപ്പിക്കേണ്ടത്? ഇമ്മാൽ വാവ് ഫഖദ്, വാവ് മാത്രം മതി. വഖദ് ഹദറ, അവിടെ അതാണ് വഖദ് ഹദറ ജമീൽ ഇസ്തിഖാ കണ്ടില്ല? അവിടെ വാവാണ് ബന്ധം. വൈമൽ ലമീർ ഫഖദ്, അപ്പോൾ ലമീർ മതി. ഇവിടെ തഹറുസു എന്നുള്ളത് ലമീറാണ്. വൈമാഹുമാ മാനൻ, എല്ലാതും പാടിയും വേണമെങ്കിൽ എന്ത് ചെയ്യുക? വരാൻ പറ്റും. അപ്പോൾ പിന്നെ എന്താണ് ഹാല് എന്ന് നമ്മൾ പഠിച്ചു. വിവിധ തരം ഹാലുകൾ, ഹാല് എങ്ങനെയൊക്കെ വരാം. അൻവാഉൽ ഹാൽ എന്തൊക്കെയെന്ന് വെച്ചാൽ ഇസ്മും മുഫ്രദാകാം, ജുംലത്തുൻ ഇസ്മിയായിട്ട് വരാം, ജുംലത്തുൻ ഫീലിയായിട്ട് വരാം, ലർഫായിട്ട് വരാം, ജാറ് മജ്റൂറായിട്ട് വരാം. ഇനി ഈ ഹാല് ജുംലയാകുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്? ഒരു റാബിത്ത വേണം. ആ റാബിത്ത എന്തൊക്കെ ആകാം? വാവാകാം, അല്ലെങ്കിൽ ലമീറാകാം, അല്ലെങ്കിൽ ലമീറും വാവും ഒരുമിച്ചും എന്ത് ചെയ്യുക? വരാൻ പറ്റും. അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉദാഹരണങ്ങളൊക്കെ എഴുതണം. ഇസ്മു മുഫ്രദാവണീനാണ് റജാൽ ഖായിദു മൻസൂറ എന്നുള്ളത്. ഇനി ഇസ്മിയായ ജുംല ഹാലാഗണീന് ഉദാഹരണം ഏതാ? ഹദറൽ ളുയൂഫ് വൽ മുളീഫു ഗായിബുൻ. ഇനി പിന്നെ ഫീലിയായ ജുംല ഹാലായി വന്നതിന് ഉദാഹരണം ഏതാ? ഗാബ അഖൂക വഖദ് ഹദറ ജമീൽ ഇസ്തിഖാ. ഇനി ലർഫ് ഒരു പിന്നെ ഹാലായി വന്നതിന് ഉദാഹരണം ഏതാ? റാഖനിൽ വർദു വസ്തൽ ബുസ്താൻ, ആ വസ്തു എന്നുള്ളത് അതാണ്. ഇനി ജാർ മജ്റൂർ ഹാലായി വന്നതിന് ഉദാഹരണം തഅല്ലമ ത്വാഇറു ഫിൽ ഖഫസി, ഫി എന്നുള്ള ജാർ മജ്റൂർ അല്ലേ?